കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹമായിരുന്നു എത്രയും പെട്ടെന്ന് സരയു താരയുടെ മോളാന്നുള്ള സത്യം ശാരി അറിയണമെന്ന്. അപ്പൊ ആ സത്യങ്ങളൊക്കെ നാളെ അറിയുവാണ്. അത് പറയുന്നു കിരണ്. വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ കിരണിന് ആ സത്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നു. തന്റെ അമ്മേനെ അച്ഛനെ ഇനിയും തകർക്കാൻ ശ്രമിക്കുന്ന ശാരീനെ സരിയുനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് കിരൺ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അതിന്റെ വിശേഷങ്ങളാ നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ശാരിയും സരിയും ചേർന്നിട്ട് വലിയ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിട്ടുണ്ടായിരുന്നു രൂപേനെയും സേനയും തമ്മിൽ അകറ്റാനായിട്ട്. അവര് തമ്മിൽ പണ്ടത്തെ പോലെ തന്നെ അടുപ്പമുണ്ടെങ്കിൽ ആദ്യത്തെ പോലെ തന്നെ അടുപ്പമുണ്ടെങ്കിൽ ആ നാടകങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ രാഹുലിന്റെ മുന്നിൽ ഇനിയിപ്പം നാടകം കളിക്കുവാണോ, രൂപ സ്നേഹം അഭിനയിക്കുന്ന ആണോ അതോ ഒറിജിനൽ ആയിട്ടുള്ള സ്നേഹമാണോ ചന്ദ്രസേനോട്, അതൊന്നും അറിയില്ല. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടി സരയു കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു റെക്കോർഡർ. മുറിയിൽ കൊണ്ടുപോയി ഒരു വോയിസ് റെക്കോർഡർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വോയിസ് റെക്കോർഡ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സത്യം എന്താണെന്ന് അറിയാൻ പറ്റും. അതും രൂപയുടെ മുറിയിലായിരുന്നു ആ ചതി ചെയ്തു വെച്ചിരുന്നത്. അപ്പൊ കല്യാണിക്ക് അവാർഡ് കിട്ടിയതിൽ ആഘോഷമൊക്കെ കണ്ടു കഴിഞ്ഞ് സഹിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി എന്ത് ചെയ്യുവാണ്, നേരെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. രൂപ അവിടെ ഇല്ലാത്ത സക്കം നോക്കി ആ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന ആ റെക്കോർഡർ വോയിസ് റെക്കോർഡർ അവിടെ ഒളിച്ചു വെച്ച റെക്കോർഡർ എടുക്കുവാണ്. റെക്കോർഡർ എടുത്ത് നേരെ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിനകത്ത് വോയിസ് ഒക്കെ കേൾക്കുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് പോവാണ് രൂപയല്ല ശാരി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പേര് മാറിപ്പോയിട്ടോ, സോറി കേട്ടോ. അപ്പൊ ശാരി ആ റെക്കോർഡെല്ലാം കേട്ടിയപ്പോൾ ശാരി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് പോയി. ശാരിക്ക് മനസ്സിലായി രൂപയും സേനയും ചേർന്ന് തങ്ങളെ വഞ്ചിച്ചോണ്ടിരിക്കുക. അവര് മാത്രമല്ല കിരണും കല്യാണി എല്ലാവരും ചേർന്നിട്ട് തന്നെയും രാഹുലേട്ടനെല്ലാം വഞ്ചിച്ചോണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അഭിനയിക്കുന്ന നല്ല സ്നേഹം, ഒറിജിനൽ ആയിട്ടുള്ള അവരുടെ സ്നേഹം എന്ന് മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് മോളെ അറിയിക്കണം. പിന്നീട് സരുവിനെ ഫോൺ ചെയ്യുവാണ്. സരുവിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോളെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാ, അവർ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുവാന്ന് പറയണം. ഇത് കേട്ടതും സരി പറഞ്ഞു, അല്ല അമ്മ എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് രൂപയോട് രണ്ടെണ്ണം പറഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അത് മാത്രമല്ല അവളുടെ കള്ളത്തരം ഉണ്ടല്ലോ, അവളുടെ കള്ളത്തരം എത്രയും പെട്ടെന്ന് നമുക്ക് രാഹുലേട്ടനെ അറിയിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സരി പറഞ്ഞു, അതൊക്കെ കേട്ടിട്ട് അച്ഛൻ വിശ്വസിക്കുമോ? അച്ഛനെ വിശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ നീ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുകയാണ്. ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. ഈ സമയത്ത് കിരൺ കല്യാണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കല്യാണത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല കല്യാണി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം അമ്മയുടെ കാര്യം തന്നെയാണല്ലോ എടുത്തോ. അവിടെ ആ ശാരി എന്ന് പറയുന്ന അവർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും. ഇല്ലാതെ അവർ ഒരു കാരണവശാലും അവിടെ വരില്ല എന്ന് പറയണം. ശരിയാ, അതറിയാൻ കിരണേട്ടാ. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് ഇപ്പം അവരെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. അമ്മ അത് തന്നെയാ പറയണേ. എന്താണെങ്കിലും അവർ വന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശം കാണും. ഏതെന്താന്ന് നമുക്ക് ആദ്യം കണ്ടെത്തണം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അധികം വൈകാതെ തന്നെ അത് പുറത്താകും. അവർക്ക് അതേ കാലം അവിടെ വന്ന് നിൽക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേങ്കിൽ അവർ വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ഇനിയും അച്ഛനും അമ്മയും തമ്മിൽ തകർക്കാനോ അവരുടെ ലക്ഷ്യമെങ്കിൽ ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കില്ല കിരണേട്ടാന്ന് പറഞ്ഞത്. കിരൺ പറഞ്ഞു, ഇനി അനുവദിച്ചു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇനി വിട്ടുകൊടുക്കില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണം. അല്ല കിരണേട്ടൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നീ ധൈര്യമായിട്ടിരിക്കുകയല്ല. ഇനി ഒരു കാരണവശാലും അച്ഛനെയോ അമ്മേനെയോ നമ്മളെ തമ്മിൽ വേർപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയില്ല. അവർക്കിട്ടുള്ള പണി ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയം വോയിസ് റെക്കോർഡർ എല്ലാം കേട്ടതിന് ശേഷം രൂപയുടെ അടുത്തേക്ക് ശാരി ചെല്ലുവാണ്. രൂപ ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് രൂപയെന്ന് പറയണേ. എന്താ? അല്ല ഇത്രയും കാലം നീ എൻ്റെ രാഹുലേട്ടനെ ഞങ്ങളെല്ലാം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേന്ന് ചോദിക്കും. വഞ്ചിക്കാണോ? ഞാനിതിനാ വഞ്ചിക്കണേ? സത്യം പറ രൂപേ, നീ എൻ്റെ രാഹുലേട്ടനോട് പറഞ്ഞതിന്റെ കാര്യമെല്ലാം കള്ളവല്ലേ? രാഹുലേട്ടൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നേ നീയും ആ സേനനും തമ്മിൽ അടുത്തിട്ടില്ലെന്നാ. പക്ഷെ അങ്ങനെയല്ല, നീ സേനൻ തമ്മിൽ അടുത്തിട്ടില്ലേന്ന് ചോദിക്കുവാണ്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒന്നല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും രൂപ പറഞ്ഞു, അല്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലായിരുന്നു ചോദിക്കണം. എനിക്കറിയാം, പക്ഷെ പാവൻ രാഹുലേട്ടൻ അറിയത്തില്ല. നീ അഭിനയിക്കുവാന്ന് വിചാരിച്ചോണ്ടായിരിക്കണേ. പക്ഷെ അതിനുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. രാഹുലേട്ടൻ ഞാൻ ഇതെല്ലാം കൊണ്ട് കാണിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും രൂപ ചോദിച്ചല്ല എന്ത് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നോ നീ പറയണേ? എന്ത് തെളിവുകളാന്ന് ഞാൻ കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ വോയിസ് റെക്കോർഡിനകത്ത് വോയിസ് എല്ലാം കേൾപ്പിച്ച് കൊടുക്കുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രൂപയിലൊരു ഞെട്ടലുണ്ടായി. രൂപയ്ക്ക് മനസ്സിലായി മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഏട്ടത്തിയുടെ വരവെന്ന്. രൂപ പറഞ്ഞു, ഓ ഇത് വെച്ചിട്ടായിരിക്കും ഇനിയിപ്പം
കളിക്കാൻ പോണില്ലെന്ന്. ഇത് കേട്ടത് ശാരി പറഞ്ഞു, അല്ല നീ എന്താ പിന്നെ വിചാരിച്ചേ? ഞാൻ ഇങ്ങോട്ട് വന്ന വെറുതെ ആണോ? ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമായൊരു ഉദ്ദേശം കാണും. എൻ്റെ രാഹുലേട്ടനെ എന്നെ ചതിച്ചിട്ട് നിനക്ക് അങ്ങനെ സുഖമായിട്ട് നിന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ പറ്റുമെന്ന് തോന്നിയോ? നിന്റെ മക്കളോടൊപ്പം? അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലേ രൂപേ. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ തെളിവുകൾ കിട്ടി. ഇത് മതി, ഇത് വെച്ച് ഞാൻ ഇനി ചെയ്തോളാന്ന് പറയണം. അങ്ങനെ ശാരി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് രൂപ പറഞ്ഞു, അവിടെ നിന്നേന്ന് പറയാണ്. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് പറയാനും കൂടെ ഉള്ളത് കേട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയണം. എന്താ നിങ്ങൾ പറയാനുള്ളത്? എന്താന്നോ? നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് തന്നെയാ, അതും എൻ്റെ ആങ്ങളെ കുറിച്ച് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയണ. ദേ രൂപേ, നീ വെറുതെ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയണ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ ഭർത്താവിനെ വെച്ച് നിങ്ങൾ എന്നെ ചതിക്കുമെന്നോ, നിങ്ങൾ എന്നെ ഇല്ലാതാക്കുന്നോ? അതൊക്കെ വെറുതെ ഒരു തോന്നൽ മാത്രമല്ലേ. ഇത്രയും നാൾ നിങ്ങൾ കുറേ നാടകങ്ങളെ കളിച്ചു. നിങ്ങൾ എൻ്റെ മക്കളെ എന്നെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ സഹിച്ചു. എൻ്റെ ചന്ദ്രേട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ കൈ കടത്താൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഒന്നും വെറുതെ വിടില്ല എന്ന് പറയണം. ഇത് കേട്ടതും ശാരി പറഞ്ഞു, നീ എന്താ രൂപ പറയണേ? എന്താന്നോ? നിങ്ങൾ ചെയ്തും ഭർത്താവിനോട് ചോദിച്ചു നോക്ക്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുകാരൻ ആരാന്ന്? എൻ്റെ ചന്ദ്രേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ചന്ദ്രേട്ടനെ എന്നെയോ നിങ്ങളുടെ ഭർത്താവും നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇത്രയും കാലം അകറ്റി നിർത്തിയത്. പക്ഷെ ഇനി അതുണ്ടാവില്ല എന്ന് പറയാണ്. ശാരി പറഞ്ഞു, രൂപേ നീ എന്തെങ്കിലും തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. ഇനി ഇത് കൂടെ എനിക്ക് പറയാൻ അറിയില്ല. എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പോയി ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മോൻ കിരണുണ്ടല്ലോ, അവനോട് പോയി ചോദിച്ചിട്ട് സത്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം. അല്ല നീ എന്ത് സത്യങ്ങൾ അറിഞ്ഞാ പറഞ്ഞേ? എന്ത് സത്യങ്ങളാണോ? ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെയാ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കിരണിനോടോ അല്ലെ നിങ്ങളുടെ ഭർത്താവിനോടോ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് രൂപ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോണം. പിന്നെ ഈ തെളിവുകൾ വെച്ച് എന്നെയും എൻ്റെ മക്കളെയും തമ്മിൽ അകറ്റാനോ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ടാ രൂപ അങ്ങോട്ട് കയറിപ്പോകുന്നത്. ഈ സമയത്ത് ശാരിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട്. അതെന്താണല്ലോ അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ ശാരി നേരെ കിരണിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ കിരണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കിരണിനോട് രൂപ പറഞ്ഞ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വോയിസ് റെക്കോർഡർ വെച്ച കാര്യമോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലമ്മേ. എന്താണെങ്കിലും അവരൊരു പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് അവർക്കിട്ട് തന്നെ നമുക്കൊരു തിരിച്ചടി കൊടുക്കണമെന്ന് പറയാം. അല്ല മോനെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. അങ്ങനെ ശാരി കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കിരൺ ചോദിച്ചു, ഓ എൻ്റെ അച്ഛനും അമ്മേനെ ഇത്ര നാൾ അകറ്റിരുന്ന് പോരാ, വീണ്ടും ഞങ്ങളെ തമ്മിൽ ഇല്ലാതാക്കാനായിരിക്കും പുതിയ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയായിരിക്കും അല്ലേ എന്ന് പറയാണ്. ഇത് കേട്ടത് ശാരി പറഞ്ഞു, അല്ല നീ ഇതിനേക്കാളും വലിയ തന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. നിന്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞേ. നീ എന്താടാ പറഞ്ഞേ? എൻ്റെ ഭർത്താവിനെ കുറിച്ച് നീ എന്തൊക്കെയോ അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണെന്നൊന്ന് അറിയാൻ തന്നെ നിന്റെ അടുത്തേക്ക് വന്നേന്ന് പറയാണ്. പെട്ടെന്ന് കിരൺ പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ ഇത്ര നാളും കഥ അറിയത്തില്ല, അത് ആട്ടം കണ്ടോണ്ടിരിക്കുവായിരുന്നു പറയാണ്. നീ എന്താ കിരണേ പറയണേ? വെറുതെ അനാവശ്യം പറയരുതെന്ന് പറയണം. അനാവശ്യം? ഞാൻ എന്താ അനാവശ്യമാണ് പറഞ്ഞേ? നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളെ തകർക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന കഴിയുമ്പോൾ ശരിക്കും തകർന്ന തരിപ്പണം ആയിക്കൊണ്ടിരുന്നേ. നിങ്ങളുടെ ഭർത്താവ് തന്നെ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഇത് കേട്ട പെട്ടെന്ന് ശാരി പറഞ്ഞു, എൻ്റെ ഭർത്താവോ? എൻ്റെ ഭർത്താവിനെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ലെന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്ക്. ഇപ്പൊ സരയൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ മോളുണ്ടല്ലോ, അത് നിങ്ങളുടെയാണോ അതോ താരയെന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആണോ എന്ന് ചോദിച്ചു നോക്കാൻ പറയണം. പെട്ടെന്ന് തന്നെ ശാരി പറഞ്ഞു, ഇതേ കിരണേ എന്ത് തോന്നിയാസം നീ പറയാന്ന് വിചാരിക്കണ്ട കേട്ടോ. അതും എൻ്റെ മോളെക്കുറിച്ച് എനിക്കറിയാം, അവൾ എൻ്റെ മോള് തന്നെയാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ മോളാന്ന് പറയണം. അതൊക്കെ നിങ്ങൾ വെറുതെ തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങളുടെ ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ ഭർത്താവിൻ്റെയും താരാൻ്റിയുടെയും മോളാണോ അവളെന്ന്, അതോ നിങ്ങളുടെ മോളാണെന്ന്. അപ്പൊ ശരിക്കും സത്യാവസ്ഥ അറിയാമെന്ന് പറയണം. ഇത് കേട്ടത് ശാരിയിലൊരു ഞെട്ടുണ്ടായി. കിരൺ എത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ശാരി പിന്നീട് അവിടെ നിന്നില്ല. നേരെ വീട്ടിലേക്ക് വന്നിട്ട് രൂപയുടെ അടുത്ത് വന്നിട്ട് തന്റെ ബായും കെട്ടിപ്പറിക്കി അവിടുന്ന് നേരെ പോവാണ്. നേരെ പോകുന്ന രാഹുൽ വീട്ടിലേക്ക് പോകുന്നത്, രാഹുലിന്റെ അടുത്തേക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണം. രാഹുലിനെ ശാരി പൊളിച്ചെടുക്കുവോ അതോ ഇനിയിപ്പം ശാരി അയാളെ ഇല്ലാതാക്കുമെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ അറിയാട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.